ഡോക്ടർ, എൻ്റെ കുട്ടിക്ക് രാത്രിയിൽ ഉറക്കമില്ലാതെ കരച്ചിലും 2 to 3 വേക്കപ്സും ഉണ്ടാവുന്നു. ഈ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ നോർമൽ ആണോ? പല അമ്മമാരുടെയും ഒരു സ്ട്രഗിളാണിത്. കുഞ്ഞുങ്ങൾക്ക്, എസ്പെഷ്യലി 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ ഡെവലപ്പായി വരാൻ കുറച്ച് സമയമെടുക്കും. കുട്ടികളുടെ ഉറക്കം അവരുടെ വളർച്ചാഘട്ടത്തിനനുസരിച്ച് മാറുന്നതാണ്. ഓരോ പ്രായത്തിനും അതിനനുസരിച്ചിട്ടുള്ള സ്ലീപ്പ് റിതം അഥവാ സർക്കേഡിയൻ റിതമാണ് ഉള്ളത്. ഒട്ടുമിക്ക സ്ലീപ്പ് റിലേറ്റഡ് ചേഞ്ചസും അവരുടെ നോർമൽ ഡെവലപ്മെന്റൽ സ്റ്റേജസിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതായിരിക്കും. ഏജ് വൈസ് കുഞ്ഞിന്റെ ഉറക്കത്തിന്റെ നീഡ്സ് എങ്ങനെയാണ് മാറുന്നത്, എന്താണ് ഒരു നോർമൽ സ്ലീപ്പ് പാറ്റേൺ എന്നറിയുന്നത് നമ്മുടെ കുഞ്ഞിന്റെ ഉറക്കം നോർമൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ ഏകദേശം 3 മാസം വരെ ഡേ നൈറ്റ് ഡിഫറൻസ് ഒന്നുമില്ലാതെ ഏകദേശം 14 മുതൽ 17 മണിക്കൂർ വരെ ഉറങ്ങുന്നതാണ്. അവരുടെ ഓരോ സ്ലീപ്പ് സൈക്കിളും വളരെ ഷോർട്ടായിരിക്കും. ഒരു 2 to 3 അവേഴ്സിന്റെ നാപ്പ് എടുത്തിട്ട് അവരുടെ ഫീഡിംഗ് റിക്വയർമെന്റ്സ് അനുസരിച്ച് എണീക്കുന്നതാണ്. ഒരു 4 മാസത്തിന് ശേഷം, ഒരു 4 മാസത്തിന്റെയും 6 മാസത്തിന്റെയും ഇടയിലായിട്ട് കുട്ടി പതുക്കെ നൈറ്റ് ടൈം റെക്കഗ്നൈസ് ചെയ്യുകയും നൈറ്റുള്ള സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ പതുക്കെ കൂടുകയും ഡേ ടൈം സ്ലീപ്പ് കുറയുകയും ചെയ്യുന്നതാണ്. ഓരോ സ്റ്റേജസിലെയും ട്രാൻസിഷൻ സ്മൂത്ത് ആക്കി മറ്റ് സ്ലീപ്പ് ഇഷ്യൂസ് ഒക്കെ പ്രിവെന്റ് ചെയ്ത് നൈറ്റ് ടൈം സ്ലീപ്പ് ബെറ്റർ ആക്കാനായിട്ട് നമുക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്ന്, ഡേ ആൻഡ് നൈറ്റ് കൺഫ്യൂസ് ആക്കാതിരിക്കുക. ഡേ ടൈം കുഞ്ഞിന് പ്രോപ്പർ ആയിട്ടുള്ള നാച്ചുറൽ ലൈറ്റ് എക്സ്പോഷറും അതേപോലെ സൗണ്ട് എക്സ്പോഷറും ഒക്കെ കൊടുക്കുക. നൈറ്റ് ടൈം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് കാം ആയിട്ട് വെക്കുക. ഒരു ഡിഫറൻസ് കുഞ്ഞിന്റെ ബയോളജിക്കൽ ക്ലോക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് ക്രിയേറ്റ് എ പ്രോപ്പർ സ്ലീപ്പ് റൂട്ടീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ കുഞ്ഞുങ്ങളാണ് എങ്കിൽ ഒരു വാം ബാത്തിന് ശേഷം ബോഡി മസാജിങ്, അതിനുശേഷം ഒരു താരാട്ട് പാട്ടോട് കൂടിയ ഉറക്കം. ഇനി വലിയ കുട്ടികളാണ് എങ്കിൽ ഒരു സ്റ്റോറി ടൈം ഒക്കെ കഴിഞ്ഞുള്ള ഉറക്കം. അങ്ങനെ ഒരു സെയിം സെറ്റ് ഓഫ് ഈവൻസ് കുഞ്ഞ് ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്നത് വഴി കുഞ്ഞിന്റെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവുകയും സ്ലീപ്പ് സിഗ്നൽസ് വഴി കുഞ്ഞ് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപായിട്ട് സ്ക്രീൻ ഓഫ് ചെയ്യുക. നോ TV, നോ ടാബ്ലറ്റ്സ്, നോ ഫോൺ. കാരണം സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് കുഞ്ഞിന്റെ സ്ലീപ്പ് ഹോർമോണായ മെലറ്റോണിനെ സപ്രസ് ചെയ്യുകയും അതുവഴി സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇനി നിങ്ങളുടെ കുഞ്ഞിന് ഒരു സ്ലീപ്പ് ഇഷ്യൂ ഉണ്ട് എങ്കിൽ ഈ 3 കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. 1, ഡേ ആൻഡ് നൈറ്റ് കൺഫ്യൂസ് ആക്കാതിരിക്കുക. 2, ഒരു സ്ലീപ്പ് റൂട്ടീൻ ഫോളോ ചെയ്യുക. 3, സേ നോ ടു സ്ക്രീൻസ് ബിഫോർ സ്ലീപ്പ്.